ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുക അല്ലെങ്കിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുക, അവിടെ പൗരത്വം സ്വീകരിച്ച് അവിടത്തുകാരായി ജീവിക്കുക എന്നുള്ളതൊക്കെ വലിയ താല്പര്യമുള്ള ഒരു കാലമാണിത്. വിദേശ രാജ്യത്തേക്ക് കുടിയേറാൻ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു രാജ്യവും കൂടിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ജനപ്പെരുപ്പം, തൊഴിലില്ലായ്മ, വരുമാനക്കുറവ്, ഇങ്ങനെ പല കാരണങ്ങൾ അവർക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടാകും. വളരെ ശരിയാണ്. ജനസംഖ്യ കുറഞ്ഞ, സാമ്പത്തികമായി വളരെ മുന്നേറിയ വികസിത രാജ്യങ്ങളിൽ ചെന്നാൽ ജീവിത സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇരുന്നാൽ കിട്ടത്തില്ല. അവിടെ ചെന്നാലും നന്നായി അധ്വാനിച്ചാൽ മാത്രമേ പണം സമ്പാദിക്കാൻ പറ്റൂ. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനിച്ചാൽ മാത്രമേ വിദേശത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അങ്ങനെ കടൽ കടന്ന് മറ്റു രാജ്യത്ത് പോയി ജീവിച്ച് അഭിമാനം കൊള്ളാൻ കാത്തിരിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ചില വിദേശികളെങ്കിലും വന്ന് താമസിച്ചിട്ട് അവർക്ക് ഇന്ത്യയാണ് മഹത്തരമായി തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾക്കുള്ളതുപോലെ അവർക്കും ഉണ്ടാകുന്ന ഒരു അക്കരപ്പച്ച മനോഭാവമായിരിക്കാം. ഒരുപക്ഷെ വിദേശ സംസ്കാരത്തിൻ്റെ രീതികളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത വിദേശികളുണ്ട്. അതുപോലെ തന്നെ അല്ലേ ഇന്ത്യൻ രീതികളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഇന്ത്യക്കാരുമുണ്ട്. അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുകയും ഇവിടെ കുടുംബ ബന്ധത്തിൻ്റെ സുദൃഢതയും മറ്റുമൊക്കെ അനുഭവിക്കുമ്പോൾ അത് ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യ മഹത്തരമായി തന്നെ തോന്നും. അത് ആഗ്രഹിക്കാത്തവർക്ക് വിദേശ സംസ്കാരം തന്നെയാണ് നല്ലത്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ഒരുപാട് കെയർ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. തങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന തോന്നൽ, തങ്ങൾക്ക് ചുറ്റിനും ഒരുപാട് പേർ തങ്ങളെ കെയർ ചെയ്യാനുണ്ടെന്നുള്ള തോന്നൽ, എന്നും ബന്ധുക്കളുടെ സാമീപ്യവും സ്നേഹവും ആഗ്രഹിക്കുന്ന മനസ്സ്, ഇതൊക്കെ ഓരോ ജനങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലാതെ മുതിർന്നു കഴിഞ്ഞാൽ, പറക്കം വെട്ടി കഴിഞ്ഞാൽ പറന്നു പോകുന്ന മക്കളുള്ള രാജ്യങ്ങൾ അനവധിയുണ്ട്. പക്ഷെ എന്നാൽ ഇവരിലൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ജൂലിയ അസ്ലാമോവ. ജൂലിയ അസ്ലാമോവ ഒരു റഷ്യക്കാരിയാണ്. അവൾ 11 വർഷമായിട്ട് ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. 11 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു വർഷം ഇവിടെ ജീവിച്ചിട്ട് പോകാം എന്നൊക്കെ കരുതിയാണ് ജൂലിയ അസ്ലാമോവ കരുതിയത്. എന്നാൽ എന്തോ തന്നെ വശീകരിച്ചതുപോലെ ഇവിടെ പിടിച്ചു നിർത്തിയെന്നാണ് ജൂലിയ പറയുന്നത്. അവൾ 11 വർഷമായി ബാംഗ്ലൂരിലാണ് ജീവിക്കുന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ ബയോയിൽ ഈ ജൂലിയ കുറിച്ചിരിക്കുന്നത് താൻ ഇന്ത്യയുടെ മരുമകൾ എന്നാണ്. എങ്ങനെയാണ് താൻ 11 വർഷത്തോളം ഇന്ത്യയിൽ ജീവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ജൂലിയ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇന്ത്യൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു ഇന്ത്യൻ പെൺകുട്ടിയുടെ ശാലീനതയോടുകൂടിയൊക്കെയാണ് ജൂലിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. സാൽവാറൊക്കെ ധരിച്ച് പൊട്ടുകുത്തി അസലൊരു ഇന്ത്യക്കാരി. എന്തുകൊണ്ടാണ് താൻ ഇന്ത്യയെ സ്നേഹിക്കുന്നത്, എന്തുകൊണ്ടാണ് 11 വർഷമായി തനിക്ക് ഇവിടം വിട്ട് പോകാൻ തോന്നാത്തത് എന്നുള്ളതിന് കാരണമായി അവർ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുക. അതിൽ പണ്ട് തന്നെ ജൂലിയ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ, ഇന്ത്യയിലെ ജീവിത ശൈലികൾ, ജീവിത രീതികൾ, അതൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പല രാജ്യങ്ങളും പ്രത്യേകിച്ച് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ ജീവിത രീതികൾ, ഇന്ത്യയുടെ സാംസ്കാരികമായ കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇന്ത്യയുടെ ജീവിതശൈലിയെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കത് വളരെ ഇഷ്ടമായി തോന്നും. ഇന്ത്യയെ സ്നേഹിക്കാനുള്ള 3 കാരണങ്ങളിൽ ഒന്നായി ജൂലിയ പറയുന്നത് ഇന്ത്യക്കാർ വളരെ ഓപ്പൺ ഹാർട്ടായ വ്യക്തികളാണ്, നല്ല തുറന്ന ഹൃദയമുള്ളവരും ഇന്ത്യക്കാർ നല്ല ആതിഥേയരുമാണെന്നാണ്. ഇന്ത്യക്കാർക്ക് എല്ലാവരെയും സഹായിക്കാനുള്ള സന്നദ്ധതയുണ്ടെന്നാണ് ജൂലിയ പറയുന്നത്. അവർ അതിന് ഉദാഹരണമായി പറയുന്നത്, നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ചോദിച്ചാൽ എല്ലാവരും സഹായിക്കാനെത്തും എന്നാണ്. അതൊക്കെ വളരെ ശരിയാണ്. ഒരുപക്ഷെ നിങ്ങളൊരു യൂറോപ്യൻ രാജ്യത്തോ അമേരിക്കയിലൊക്കെ ചെന്നാൽ നിങ്ങൾ ഒരാളുടെ വഴി ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ പോലും പലരും കൂട്ടാക്കിയെന്ന് വരില്ല. ചിലപ്പോൾ വല്ല ആംഗ്യത്തിൽ അങ്ങോട്ടോ ചൂണ്ടി കാണിച്ചു തരും, അതിലേ പോയാൽ മതിയെന്നോ മറ്റോ. അപൂർവം ചില വ്യക്തികൾ നമ്മളോട് വളരെ സഹായ മനസ്സുതിയോട് സംസാരിക്കും. പക്ഷേ ഇന്ത്യക്കാർ അങ്ങനെയല്ല. നിങ്ങളൊരു സ്ഥലത്ത് ചെന്നിട്ട് അപരിചിതരായിട്ട് നിങ്ങളൊരു സ്ഥലത്ത് ചെന്ന് വഴി ചോദിച്ചാൽ വളരെ വ്യക്തമായി അവർ വഴി പറഞ്ഞു തരും. രണ്ടാമത് ജൂലിയ പറയുന്ന ഒരു കാരണം, ഇന്ത്യ നിങ്ങളെ വലിച്ചടുപ്പിക്കുന്ന ഒരു രാജ്യമാണെന്നാണ്. നമ്മൾ വശീകരിക്കുക എന്നൊക്കെ പറയുന്നില്ല, അതിന് തന്നെയാണ് അവർ അർത്ഥമാക്കുന്നത്. എന്ത് കാണണമെന്നും എന്ത് വിശ്വസിക്കണമെന്നും ഈ രാജ്യം കാണിച്ചു തരുന്നു എന്നാണ് ജൂലിയ പറയുന്നത്. അങ്ങനെ അല്ലെന്ന് അഭിപ്രായം പറയാറുള്ള സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവർ മുൻധാരണകളോടെ ഇന്ത്യയെ സമീപിക്കുന്നത് കൊണ്ടാണെന്നാണ് ജൂലിയ പറയുന്നത്. കാരണം എല്ലാവർക്കും ഇന്ത്യയെക്കുറിച്ച് ഒരഭിപ്രായം തന്നെ ഉണ്ടാകണമെന്നൊന്നും ഇല്ലല്ലോ. മൂന്നാമത്തെ കാരണമായി ജൂലിയ പറയുന്നത് ഇന്ത്യ ശരിക്കും സുരക്ഷിതമായ രാജ്യമാണെന്നാണ്. ഒരുപക്ഷെ ജൂലിയക്ക് ഇന്ത്യയിൽ സുരക്ഷിതത്വം അനുഭവപ്പെട്ടിട്ടുണ്ടാകാം, അങ്ങനെ അനുഭവപ്പെടാത്തവരും ഉണ്ടാകാം. അത് ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും. ഇന്ത്യ താരതമ്യേന സുരക്ഷിതമായ ഒരു രാജ്യം തന്നെയാണ്.
വെറുതെ നമ്മളെ ആരും പിടിച്ച് ഉപദ്രവിക്കാനൊന്നും വരുന്ന ഒരു രാജ്യമല്ല. അത് ഏത് സംസ്ഥാനത്ത് പോയാലും നമുക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏതൊരു സംസ്ഥാനത്ത് സഞ്ചരിച്ചാലും നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാറില്ല, നിങ്ങൾ ഉപദ്രവിക്കാറുമില്ല. എന്നാൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള പോലെ ക്രിമിനലുകൾ ഇന്ത്യയിലുമുണ്ട്. അത്തരക്കാരുടെ കയ്യിൽ നമ്മൾ പെട്ടുപോയാൽ അതിപ്പോൾ ജൂലിയയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കായിരുന്നാലും ദോഷം തന്നെയാണ്. എന്തായാലും ജൂലിയയുടെ ഈ പോസ്റ്റുകൾക്ക് സ്നേഹം അറിയിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളും ലൈക്കുമാണ് വരുന്നത്.